ഹലോ ഗൈസ്, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ കുറച്ച് ദിവസം എൻ്റെ തറവാട്ട് വീട്ടിലായിരുന്നു. കാരണം അവിടെ എനിക്ക് കുറച്ച് പറമ്പിൽ കുറേ കൃഷിയും കാര്യങ്ങളും, പിന്നെ ഒരു കുഞ്ഞൊരു വീട് വെപ്പിൻ്റെയൊക്കെ ഒരു തയ്യാറെടുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനവിടെ പോയിട്ട് വരുമ്പോൾ എൻ്റെ ഓമം മരത്തിൽ കുഞ്ഞ് 2 കായ്കൾ പിടിച്ച് കിടന്നായിരുന്നു. അത് ഇന്നലെ വന്നു. ഇന്നലെ ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് വന്നിട്ട് രാവിലെ ഞാൻ ഓടി വന്ന് നോക്കിയത് എൻ്റെ ഓമം മരത്തിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ ഭയങ്കര സന്തോഷമാണ്, നിങ്ങളെ കൂടെ അറിയിക്കണ്ടായോ. അങ്ങനെ എൻ്റെ ആ 2 കാകളാണ് ഒത്തിരി വലുതായി കേട്ടോ. വലുതായി അതൊരു സന്തോഷമല്ലേ. നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മളൊരു ഓമ മരവും ഏത് മരമായാലും അതിൽ 2 കാ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നോക്കൂ, എൻ്റെ 2 കാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പഴുത്ത് മേളിലും കാ പിടിച്ച് വരുന്നു, പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊരു സന്തോഷകരമായ ഒരു വർത്തമാനം തന്നെയാണ് എന്നെ സംബന്ധിച്ചത്. എൻ്റെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മുടെ കൂട്ടുകാർക്കൊപ്പം പങ്കുവെക്കുമ്പോൾ അത് മനസ്സിലുണ്ടാകുന്നൊരു ആനന്ദം അതെന്തായാലും അതൊന്ന് വേറെ തന്നെയാണ്. ഇതൊക്കെ എൻ്റെ ചെമ്പരത്തിയാണേ. എൻ്റെ ചെമ്പരത്തി ഇതിനിടയ്ക്ക് എല്ലാം കുറേ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പേരമരമുണ്ട്. അതുകൊണ്ട് പേരയില നല്ല ഔഷധമല്ലേ, പേരയ്ക്കായൊക്കെ. അപ്പോൾ ഞാൻ അതിങ്ങനെ തളിരിടുന്നതും ഒക്കെ കാത്തിരിക്കുകയാണ്. എല്ലാം ഒരു സന്തോഷം, നമ്മുടെ ചെടികളിൽ നിന്നും കിട്ടുന്ന ഒരു സന്തോഷം ആണെന്ന് വേണം. അത് എവിടെ ചെന്നാലും ഞാൻ അങ്ങനെ, എൻ്റെ തറവാട്ടിൽ ചെന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഞാൻ കൂടുതലും ചിലവഴിക്കുന്നത് എൻ്റെ ചെടികളുടെ അടുത്തും. എന്തെങ്കിലും കാട്ടുമരമായാലും എന്തായാലും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. എല്ലാത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയി എനിക്ക് ഞാൻ ഇവയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങി എൻ്റെ കോവിഡ് കാലത്താണ് കേട്ടോ. ഇതിൽ നിന്നും കിട്ടുന്ന ശുദ്ധമായ ഓക്സിജന് വേണ്ടി ഓടി യാതൊരു അകലവും പാലിക്കാതെ നമ്മളെ ചേർത്ത് നിർത്തിയിരുന്നത് അന്നൊക്കെ ഈ ചെടികൾ തന്നെയല്ലേ. അപ്പോൾ അവയങ്ങനെ കൈപിടിയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഓടി ഇതിൻ്റെ അരികിൽ വരും എൻ്റെ ചക്കരച്ചെടികൾ. ഇതെൻ്റെ ചെമ്പരത്തിപ്പൂവേച്ചല്ലേ ദേവനെ നീ കണ്ട. പൂത്തിട്ടില്ല, പൂക്കട്ടെ. അപ്പം നമുക്ക് എന്തായാലും ദേവനെ കാണാൻ പോകണം കേട്ടോ. അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഹീനസ്. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.